അല്ലടോ, ഇത് എന്തൊരു ലോകമാണിത്, അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്, അവരെന്താ വിചാരിക്കുന്നത്? അതായത് ഇതൊക്കെ പൊട്ടന്മാരാണോ നമ്മളൊക്കെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരുടെ ഈ അഭ്യാസങ്ങൾ, എന്തൊക്കെ അഭ്യാസങ്ങൾ അവർ കാണിക്കുന്നത്? അല്ല, ഇതെന്താ ഇങ്ങനെ ഒരു അഭ്യാസം കാണിക്കാൻ വേണ്ടി മാത്രം ഇതെല്ലാവരും എന്താ പൊട്ടന്മാരാണോ? ഈ സ്ത്രീയുടെ അഭ്യാസം തുടങ്ങിയിട്ട് കുറേ നാളായി, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഗുരുവായൂർന്ന് മുതൽ തുടങ്ങിയ ഒരു അഭ്യാസമാണ്. ഇവിടെ ഇല്ലവരെല്ലാം പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ്, അല്ലെങ്കിൽ മണ്ട ശിരോമണിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു മതക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് ഈ വിറകുകൊള്ളിയാണ്, അതായത് നരകത്തിലെ വിറകുകൊള്ളിയാണെന്നാണ് പറയുന്നത്. അല്ല, എന്താണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്? ഇതിനൊന്നും എന്താ പറയേണ്ടത്, പിടിച്ച് ജയിലിലിടാൻ ആരുമില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവരെ എല്ലാവരെയും വളരെ മോശക്കാരാക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാം തള്ളിപ്പറയുക. ഇപ്പോഴും കണ്ടോ, ഒരു കോപ്രായം വന്നിട്ടുണ്ട്, അതായത് കണി വെച്ചിരിക്കുന്നത് നടു റോഡിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ആരുടെയും തന്തയുടെ വകയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സഹോദരനുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയണം, സമൂഹത്തിൽ ഇതൊക്കെ പറയേണ്ടത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ പോലെയുള്ള ഈ ടീമുകളെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം വളരെ മോശമാണ്. എന്തിനെതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി മാത്രമാണ്. നീ എടി പോടി എടാ പോടാന്നുള്ള സംഭാഷണം വേണ്ട, മാന്യമായി സംസാരിക്കാം. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മഹൽ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? നിങ്ങൾ കുറവങ്ങാട് മഹൽ കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ വോയിസ് നിങ്ങൾക്ക് അല്ല, നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളെന്നല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും. എങ്ങനെ? ഏത്? എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ മഹല്ല് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് ചോദിച്ചു? ഏത്? അല്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം. നിങ്ങൾ പരസ്യമായി, ഹലോ ജസ്ന സലീം, നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിക്ക്, നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, കാട് കയറണ്ട. ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. കാട് കയറണ്ട. അല്ല, നിങ്ങളുടെ നാട്ടിൽ ഭാര്യമാരും പെങ്ങളുമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ? അല്ല, അത് നിങ്ങളുടെ ജസ്ന സലീം, നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം ജസ്ന സലീം. അപ്പൊ ചെയ്യേണ്ടത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും. ജസ്ന, നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് ഈ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അതാണ് ആ ചോദ്യം. നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ജസ്ന സലീം, അല്ല, സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം. ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. മദ്രസകളിൽ ജസ്ന, ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാൻ പണ്ഡിതനൊന്നും അല്ല. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ.
അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഉണ്ടോ? എടാ, നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ജസ്ന സലീം എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയാ. നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന് മറുപടി ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇനി മേലെ ഞാൻ വിളിച്ച പോരെ കയറിയിട്ട് ഞാൻ തല്ലും കേട്ടോ. നിങ്ങളുടെ തല്ല് കൊള്ളാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഉണ്ടോ? എന്നാ പിന്നെ അതേ പറയും. ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും, മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ന സലീം യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഇപ്പൊ കേസ് വന്നില്ലേ? അതുപോലെ കേസ് വരും. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവൻ ആളുകളെയും പച്ചയായി വലിച്ചു കയറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല. ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കാം, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കാം. രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനോ. ഈ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നിക്കൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് ജീവിക്കണം. ഇത് രണ്ട് തോണിയിൽ കാല് വെച്ചിട്ട് രണ്ട് സ്ഥലത്തും പോയിട്ട് തട്ടമിട്ടിട്ട് വലിയ കോപ്രായങ്ങളെ കാണിക്കുന്ന ഈ എന്തൊരു ഊളത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് വളരെ മോശമായത്. ഇത് ആരും പ്രതികരിക്കാത്തതുകൊണ്ടാണ്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിടേണ്ട സമയം കഴിഞ്ഞു. ഇതുപോലെ തമ്മിലടിപ്പിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് എന്ത് ഭക്തിയാണുള്ളത്? എന്ത് ഭക്തിയാണ് ഈ സ്ത്രീക്കുള്ളത്? നിങ്ങളൊന്ന് പറ. ഇവർ ശ്രീകൃഷ്ണനെ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ കോപ്രായങ്ങൾ കാണിക്കുന്നു. അതുപോലെ അമ്പലത്തിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സ്ത്രീയെ നിലക്ക് നിർത്തുക, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടുക. അല്ലാതെ ഇമാതിരി കൂതറ സ്വഭാവങ്ങൾ എന്തിനും സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ന് വിചാരിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ തമ്മ തല്ലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇവരെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വർഗീയവാദി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വല്ലവരുടെയും പ്രീണനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവർക്കെതിരെ സംഘപരിവാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ ഞാൻ ഒരു സംഘപരിവാരത്തിന്റെ ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്. ഈ റോഡിലൊക്കെ കണി വെച്ചതിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഈ ജസ്നയെ പോലെയുള്ള ആൾക്കാരാ. അതായത് ജസ്ന ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. കാരണം വെളിയിലിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. നല്ല കരച്ചിലുണ്ട്, നല്ല കരയുന്നുണ്ട് ജസ്ന. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, ഉസ്താദിന്റെ കണ്ണീരാണ്. കാരണം അയാൾ മനസ്സ് ഉരുകിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് അയാളുടെ ശാപം തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് ഈ ഉസ്താദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ, അതായത് ഈ സ്ത്രീക്ക് ഇവർക്ക് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കാനും ഇവരുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടും ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും ഒരു പാവപ്പെട്ട ഒരാളെ, ഒരു മനുഷ്യനെ, ഒരു ഉസ്താദിനെ ഇവരെന്തൊക്കെ കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നില്ലേ? ഈ സ്ത്രീ ആരാണെന്ന് പുറത്തു വന്നില്ലേ? ഇവരുടെ സ്വഭാവം എന്താണെന്ന് ഇവിടെ എല്ലാവരും കണ്ടതല്ലേ? അപ്പൊ എന്നിട്ടും ഇവിടെ വന്നിട്ട് വലിയ വായിൽ വർത്താനം പറയുകയാണ്. കഷ്ടം തന്നെയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.